ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാവൂലേ? ഒരു വീഡിയോ കണ്ടു, നിങ്ങൾ തമ്പനയിൽ കണ്ടു, തമ്പനയിൽ ഇങ്ങനെ കാണൂലേ, എങ്ങനെ വേണം ഈ മോഡൽ എക്സാം നേരിടണം അല്ലേ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടുണ്ടാവും. ആ തമ്പനയിൽ കണ്ട് വന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊരു ചോദ്യം ഡെഫിനറ്റ് ആയിട്ട് ഉള്ളിലുണ്ടാവും. സർ എവിടെയായിരുന്നു കുറച്ചായാലോ കണ്ടിട്ട് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും. അതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ആക്സിഡന്റ് ആയി ചെറുതായിട്ട്. സോ എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ ആകെ ഇളകിയിട്ട് ആകെ പ്രശ്നത്തിലാണ്. ഇപ്പൊ നിൽക്കുന്നത് പോലും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. ഞാൻ പാറി നടന്ന് ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓരോരുത്തർ നിന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രസന്റേഷൻ ഒക്കെ നടത്തുന്നത്. കാര്യം ഈ നിൽക്കുന്നത് പോലും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. നോ വറി മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോ നിങ്ങളുടെ എക്സാമിനെ, +2 മോഡൽ എക്സാമിനെ എങ്ങനെ നേരിടണം എന്നറിയാണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇല്ലെങ്കിൽ കിടിലം പണി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ പഠനം നിർത്തിയിട്ടില്ലേ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓരോ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? അത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഓരോ ചാപ്റ്റർ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേട്ടോളൂ മക്കളെ. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. ഈ പോയിന്റിൽ പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിക്കോളൂ നിങ്ങൾ. റാൻസ് എന്ന് പറയുന്ന ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോവാട്ടോ മക്കളെ. അപ്പോ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഇതാണ് കേട്ടോ മക്കളെ. ഇതാണത്. നോക്കൂ നിങ്ങൾ ചോദ്യങ്ങൾ മനസ്സിലാവാണ്ട് എങ്ങനെ ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ളതാട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരാമെന്നറിയില്ല. നേരെങ്കിലും ഓരോ ചാപ്റ്റർ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചു, എന്നിട്ട് ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും അല്ലേ? സോ മൈ ഡിയർ സ്റ്റുഡന്റ്, ഇതിനൊരു സൊല്യൂഷൻ എന്താണ് സാറേ ഉള്ളത് അല്ലേ? ഇതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൊല്യൂഷൻ ഇതാട്ടോടാ. 2023, 2024 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മോഡൽ എക്സാം, പബ്ലിക് എക്സാം, എല്ലാവരും ഇത് പറയണമെന്നില്ല കേട്ടോ. ഞാൻ പല ചാനലുകളും പല വീഡിയോസും കണ്ടിട്ടും ആരും പറയാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് 2023, 2024 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മോഡൽ എക്സാം, പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റഫർ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാമിലും മോഡൽ എക്സാമിലും കരസ്ഥമാക്കാൻ പറ്റും. സാധിച്ചിരിക്കും, ഗ്യാരണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണില്ല, ഇപ്പോഴും ഓരോരോ ചാപ്റ്റർ വെച്ച് പഠിച്ചു പോവാണോ? എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അണ്ടർസ്റ്റാൻഡ് ചെയ്തേ പറ്റൂ. ഞാനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്നറിയോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, മക്കളെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ധൈര്യമാണ് എന്ന്. എൻ്റെ മക്കൾ ശരിക്ക് ആ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സംഘടിപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു ധൈര്യം വരാനുണ്ട്. ആ ധൈര്യം വന്നു കഴിഞ്ഞാൽ ടെൻഷനിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ പരിചയപ്പെടണം. എങ്ങനെയാണ് സാറേ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക? ഞാൻ പറഞ്ഞ 2023, 2024 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മോഡൽ എക്സാം, പബ്ലിക് എക്സാം. അതെന്താ സാർ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും പറയാനുള്ള കാര്യം? ഒരാള് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ 4 സെറ്റിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ മോഡൽ എക്സാമിന് വരിക. അതിൽ നിന്ന് അടുത്തതെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ പബ്ലിക് എക്സാമിന് വരിക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എടുക്കുന്നത് മോഡൽ എക്സാം, പിന്നെ എടുക്കുന്നത് പബ്ലിക് എക്സാം, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഏതെടുക്കുക എന്നുള്ളത് ഇട്ട ആളുകൾക്ക് പോലും അറിയില്ല. അപ്പൊ ഏറെക്കുറെ ഒരു പാറ്റേൺ അതായിരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതിലേത് വരാലോ. ഇപ്പോൾ മോഡൽ എക്സാമിന് ഒരു പേപ്പർ എടുത്തത് കൊണ്ട് അതിനി പബ്ലിക്കിന് ഉണ്ടാവില്ല, അങ്ങനെയല്ലേ നമ്മൾ ഉറപ്പിക്കേണ്ടതല്ലേ? അപ്പം മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഇതുപോലെയാണല്ലോ കഴിഞ്ഞ 2 വർഷങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനല്ലേ ഇവിടെ ചോദിക്കാനുള്ളത്. അതേ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എന്തിന് ടെൻഷൻ അടിക്കണം? ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം, ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഇനി എത്ര വലിയ ഗ്യാരണ്ടി, ഇത് വരും ഗ്യാരണ്ടി, അത് വരും ഗ്യാരണ്ടി, നമ്മളൊക്കെ ഇങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞ് പ്രഡിക്ഷൻ നടത്തുന്നത് എന്താണെന്നറിയോ? ആ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ബ്ലണ്ടർ ആയിട്ടാണ്ട് കൈമുന്ന് എടുത്താണ്ട് പറഞ്ഞിക്കാണ്ട് അല്ലെ. ചില ആളുകളുണ്ട് വീഡിയോ കണ്ടും അല്ലെ പോസ്റ്റ് ചെയ്യും, ഇത് ഉറപ്പായിട്ടും വന്നിരിക്കുന്ന പറയും, വന്നിട്ടില്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ഗതി നമ്മുടെ റാൻസ് ലേണിംഗ് പോർട്ടലിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കേ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. രണ്ടാമത്, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്
ടൈം മാനേജ്മെന്റ് അല്ലേ, സമയത്ത് വളരെ കൃത്യമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം. അതായത് +2ന്റെ ഒരു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെമിസ്ട്രീൻ്റെതോ ബയോളജിൻ്റെതോ അല്ലെ സുവോളജി ബോട്ടണി whatever it is, ഫിസിക്സ് ഒക്കെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അത് ഈ സമയത്തിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഒരു എക്സാം ആദ്യത്തെ കഴിഞ്ഞ 2023 മോഡൽ എക്സാമിന്റെ ആൻസർ നിങ്ങൾ 2.5 മണിക്കൂർ നിങ്ങൾ സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി നോക്കിയേ പറ്റൂ. അല്ലാണ്ട് ഇത് പറ്റും അങ്ങനെ പറ്റും എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാൽ പോരാ, എഴുതിയിട്ട് തന്നെ നോക്കണം. സാർ അതിന് സമയം ഉണ്ടാവില്ലല്ലോ, നമുക്ക് എങ്ങനെ അതിനൊക്കെ സമയം? ആര് പറഞ്ഞു സമയമില്ല എന്ന്? മറ്റൊരാളുടെ വിജയത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളെപ്പോഴും പറയും, ഞാനൊരു വായിച്ച പുസ്തകത്തിലുള്ളതാണ്, വേറൊരാളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യും, 40 വർഷം വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് 3 വർഷം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ 2 വർഷം അല്ലെ നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് മക്കളെ? നിങ്ങളുടെ ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറോ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നത്? എന്തിനാണ് പിന്നെ നിങ്ങൾ പഠിക്കുന്നത്? അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ കൃത്യമായി എഴുതി പഠിച്ചേ പറ്റൂ. അല്ലാണ്ട് ഇതൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ഒരു A4 പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് അല്ലെ മേടിച്ചിട്ട് നമ്മൾ 2.5 മണിക്കൂറിനുള്ളിൽ എത്രത്തോളം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പൊ കൃത്യമായി ടൈമിന് എന്ത് ചെയ്യണം? മാനേജ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. മൂന്നാമത്തത് ഓവർ ടെൻഷൻ അല്ലേ. കുറെ ആളുകൾക്ക് ഓവർ ടെൻഷനാണ്. അയ്യോ മാഷേ ടെൻഷൻ അടിച്ചിട്ട് വയ്യ, എന്താ ചെയ്യാ, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഉള്ള ആളുകൾക്കാണ് പഠിക്കണ്ടടാ, ഇതുവരെ പഠിച്ചിട്ടില്ലേ കുഴപ്പമില്ലടാ, അല്ലേ തീരെ പഠിച്ചിട്ടില്ല എന്നൊക്കെ, അതൊക്കെ വെറുതെയാണ്. തീരെ പഠിക്കാത്തവരൊന്നും ഉണ്ടാവില്ല. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളെ തലയിൽ ഓരോരോ കഥകൾ കയറുന്നുണ്ട്. നമ്മളെല്ലാം എഴുതി വെച്ച് പഠിക്കണം എന്നില്ല. ഇപ്പോൾ ഓരോ പാട്ടൊക്കെ എടുത്ത് നോക്കും. നിങ്ങൾ ഒരു പാട്ട് നിങ്ങൾ ചുമ്മാ പാടി നോക്ക്, ആ പാട്ട് നിങ്ങൾ എഴുതി പഠിച്ചതാണോ? അല്ല. പിന്നെ കേട്ട് പഠിച്ചതാണോ? അല്ല. കേട്ടപ്പോ പാടി പഠിച്ചതാണല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ തലയിൽ ഒട്ടും പഠിക്കാത്ത 0 അങ്ങനെയൊന്നുമില്ല കുട്ടികൾ ഉണ്ടാവില്ലടാ. നിങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞാലും അത് ഉണ്ടാവില്ല, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണത്. എന്തായാലും അവർ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്കൊരു ട്രസ്റ്റ് ഇല്ല അതിൽ. ഞാൻ പഠിച്ചിരിക്കണെന്ന് പറയാൻ അവർക്ക് ട്രസ്റ്റ് ഇല്ല അല്ലേ. ഞാൻ എപ്പോഴും പറയും, പാടാൻ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പാടലുണ്ടല്ലോ, എന്നാ ഒരു പാട്ട് പാടാൻ വിളിച്ചാൽ എന്താ പറയാ, എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറയും അല്ലേ. അതെന്ത്? നിങ്ങൾ ട്രസ്റ്റ് ഇല്ലായിട്ടാണ്. നമ്മൾ വീട്ടിൽ പാടുന്ന നമുക്ക് ഇവിടെ പാടാൻ വിളിച്ചാൽ പാടാൻ വരാത്തത് നമ്മൾ പാടാൻ അറിയായിട്ടാണോ? അല്ല. നമുക്ക് നമ്മളിലെ അല്ലേ ആളുകൾ എന്താ വിചാരിക്കുക, ഒരു ട്രസ്റ്റ്, നമ്മളൊരു ട്രസ്റ്റ് കുറവാണത്. ആ ട്രസ്റ്റ് ഇനിയും ഇല്ലെങ്കിലാണ് നമ്മൾ എന്തിനാ പരാജയപ്പെടാനായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കണം അല്ലേ. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ട്രസ്റ്റ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടേ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചു നോക്കൊണ്ടോ നമ്മൾ പഠിച്ചൊക്കെ മറക്കുക ചെയ്യുക. ഒരുപാട് എത്രത്തോളം ടെൻഷൻ അടിക്കുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? മറവി കൂടുതലാവാനാണ് ചാൻസ്. സോ ടെൻഷൻ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. എന്തിന് ടെൻഷൻ അടിക്കണം? അപ്പൊ ഈ ടെൻഷൻ സാറേ എങ്ങനെ ഒഴിവാക്കുക? ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. അതിനാണ് ഈ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ റെഫർ ചെയ്യാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഈസി ആയിരുന്നോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ. 2023 മോഡൽ എക്സാം ഇത്ര ഈസി ആയിരുന്നു, 2023 പബ്ലിക് ഇത്ര ഈസി ആയിരുന്നു അല്ലേ. അപ്പൊ 2023 ഈ ഏരിയ ഇച്ചിരി ടഫ് ആയിരുന്നു അല്ലേ. ആ ടഫ് ഏരിയന്റെ മക്കൾ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 24 മോഡൽ എക്സാം ഇത്ര ഈസി ആയിരുന്നു, 24 ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരുന്നു കേട്ടോ. ആ ടഫുള്ള ഏരിയ പഠിക്കാനാണ് ഈ പറയുന്നത്. അതിനാണ് സമയം കണ്ടെത്താൻ പറഞ്ഞത് അല്ലേ. നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞില്ലേ, അത് അതിനാണ് എന്ന്. ഓവർ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന്. സോ മൈ ഡിയർ സ്റ്റുഡന്റ്, നമ്മൾ സ്റ്റഡി ടൈം ആണ്. ഒരു ദിവസം ഞാൻ എത്ര സമയം ഇനി മുതൽ പഠിക്കണം അല്ലേ. ഒരു ദിവസം ഞാൻ എത്ര സമയം ഇനി മുതൽ പഠിക്കണം? സാർ ഇത്രയും നേരം പറഞ്ഞത് പഠിക്കണ്ടെന്നല്ലല്ലോ സാർ പറഞ്ഞത്. പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ പഠിക്കേണ്ടത്, സ്ട്രോങ് ആക്കേണ്ടത്. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ട്രോങ് ആക്കേണ്ടത്. വീക്ക് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത് എവിടെയാണ്? നമ്മൾ പഠിക്കേണ്ട സമയത്താണ്. ഈ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠനത്തിനുള്ള സമയം കണ്ടെത്തിയേ പറ്റൂ അല്ലേ. കസിൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ ഇവരുടെ മിഠായി കൊടുക്കലാണ് അല്ലേ, ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ടൂറാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇന്ന് ഡിന്നറാണ്, അല്ലെങ്കിൽ ഇന്ന് ലഞ്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ +2 ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകൾ ഒരുപാട് ഉണ്ടാവില്ലേ.
വട്ടായിരിക്കും. ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ അങ്ങോട്ട് പോവുക, ആ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ പഠിക്കാൻ, നമ്മളെ പഠനത്തിന് നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിനൊരു ബംഗാളിനെ വെക്കാൻ പറ്റൊന്നുമില്ലല്ലോ. നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയ സ്ട്രോങ് ആക്കണമെങ്കിൽ ഒരു ദിവസം മിനിമം 6 മണിക്കൂറേലും എന്ത് ചെയ്യണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ സാർ 6 മണിക്കൂർ പഠിക്കാൻ സമയം കണ്ടെത്തുക? രാവിലെ ഞാൻ നീക്കലേ 6 മണിക്കാണ്. അപ്പൊ എന്താ ചെയ്യാ, അത് 4 മണിക്ക് എണീക്കണം. അപ്പൊ 2 മണിക്കൂർ അവിടെ കിട്ടും. പ്രയാസല്ലേ? എന്ത് പ്രയാസം? ചിരി സുഖം കുറയും അല്ലേ, ചിരി സുഖം കുറയും അല്ലേ. നമ്മളെ കംഫോർട്ട് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മൾ സക്സസിലേക്ക് എന്ത് ചെയ്യും, കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം കംഫോർട്ട് സോണിൽ ഇരിക്കുന്നോ അത്രത്തോളം നമ്മൾ പരാജയത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇച്ചിരി കംഫോർട്ട് സോണിനൊക്കെ വിട്ട് നമ്മൾ ഇച്ചിരി പഠിക്കാനൊക്കെ തയ്യാറാവണം. നിങ്ങൾ രാവിലെ പഠിക്കാൻ വേണ്ടി ഒന്ന് തയ്യാറായി നോക്കൂ. നിങ്ങൾ SSLCക്ക് നല്ല മാർക്ക് കിട്ടിയ സമയത്ത് നിങ്ങളെ പാരന്റ്സ് രാവിലെ 4 മണിക്ക് എണീക്കുന്ന സമയത്ത് പാരന്റ്സ് ഉണ്ടാവില്ലേ, ചായയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വരും. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ ടേബിളിൽ ചായ അവർ വരുന്നുണ്ടായിരുന്നു അല്ലേ. ലൈക്ക് ദാറ്റ് വീണ്ടും നിങ്ങൾ ആ SSLCക്ക് എടുത്ത എഫേർട്ട് ഉണ്ടാവില്ലേ, അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ ഈ +2 എടുക്കണം. കാര്യം ഒരുപാട് കുട്ടികൾ +2 കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാട്ടോ. +2 കഴിഞ്ഞിട്ട് എന്ത് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാണ്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെ +2ൽ നിങ്ങൾ ഹൈ മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമാണ് +2ന് ശേഷം എങ്ങോട്ടെന്ന് പറയുന്ന നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങളെ +2 നല്ല മാർക്ക് ഉണ്ടായേ പറ്റൂ. അപ്പൊ നിങ്ങളൊരു 6 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്ക് പോവേണ്ടി വരും. വേറെ അതിന് ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അതും എവിടെ, മുഴുവൻ ചാപ്റ്റർ വായിക്കാനാണോ? അല്ലടാ, നിങ്ങളെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവില്ല, അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് യുവർ വിലൻസ് അല്ലേ. നിങ്ങളുടെ വിലൻസ് ആരാണ്, നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണേ. നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കൊണ്ടു. എത്ര ഗ്രൂപ്പാണ് നിങ്ങളെ വാട്സപ്പിൽ ഉണ്ടാവില്ലേ, എത്ര ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ടെലഗ്രാമിൽ പോക്ക് ചെയ്യാനും അല്ലെ, സ്റ്റോറി ചെയ്യാനും, സ്റ്റോറി വെച്ചത് കാണാനും അല്ലെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് അടിക്കാനും, റീൽ ഇട്ടത് കാണാനും വേണ്ടിയിട്ടും അല്ലെ, ചുമ്മാ സ്ലോ മോട്ട് കാണാൻ നടന്നു വരുന്നത് കാണാൻ വേണ്ടിയിട്ടും, ഒപ്പന കൊട്ടി കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും അല്ലെ, ഒരുപാട് ആളുകൾ ഉണ്ടാവും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യുവർ വിലൻ, വൺ അമംഗ് യുവർ വിലൻസ് അല്ലെ, നിങ്ങളുടെ വിലൻസിൽ പെട്ട ഒരു വിലൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. സോ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ഡിസേബിൾ ചെയ്ത് വെക്കണം. എല്ലാ മൊബൈൽ ഫോണിൽ എല്ലാ ആപ്പ് ഉണ്ടാവില്ലേ, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, എല്ലാത്തിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്ത് വെച്ചേ പറ്റൂ. കാര്യം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു വീഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ നമ്മളെ മൈൻഡ് ഇങ്ങനെ വല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ആവാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്തേ പറ്റൂ. കുറച്ച് സമയത്തിനല്ലേ, ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒന്നും നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്യും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ടൈം ഞാൻ പല സ്ഥലത്തും കൊടുക്കേണ്ടതുണ്ട്. സോ അവിടേക്ക് ഞാനത് കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മുടെ ടൈം എങ്ങനെ പോകുന്നത് നമ്മൾ അറിയില്ലായിരുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ആയിട്ടും നിങ്ങൾ ഇൻസ്റ്റയിലെ സ്റ്റോറി ആയിട്ടും നിങ്ങൾ ഒരുപാട് സമയം കില്ല് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ മൊബൈൽ ഫോണാണ്, നിങ്ങളുടെ ഒരു ശത്രു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണേ. അതിലെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഡിസേബിൾ ചെയ്യുക. ബൈ ദ വേ, നിങ്ങൾ വീഡിയോസ് അല്ലേ, നമ്മുടെ റാൻസിന്റെ ഒക്കെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോസ് കറക്റ്റ് കാണുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരിക. അതിലേക്ക് ഡൈവേർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അടുത്തൊരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. രണ്ടാമത്തെ നിങ്ങളുടെ വില്ലൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കാണ്. ഈ ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണ് അല്ലേ. സത്യത്തിൽ കുറെ ആളുകൾ പറയും, സാറേ രാവിലെ 4 മണിക്ക് എണീക്കൽ മടിയാണെന്ന്. മടിയല്ലടാ, നമ്മുടെ ഉറക്കം പോവോ അല്ലേ, ഉറക്കം എന്ന് പറയുന്ന സുഖം ഉണ്ടാവൂലേ, ആ സുഖം പോവോ എന്നുള്ളൊരു പേടിയാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ആ പേടി നിങ്ങൾ ഒഴിവാക്കിയിട്ട്, പേടി ഒഴിവാക്കുക എന്ന് പറഞ്ഞു വെച്ചാല് മടി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെ, മടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു പേടിയാണ്, സുഖം പോവോ എന്നുള്ളൊരു പേടി. ആ സുഖം പോയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. എങ്കിൽ നിങ്ങൾ എന്തിനാ സുഖത്തിന്റെ പിറകിൽ പോകണം, നിങ്ങൾ ഇച്ചിരി റിസ്ക് എടുക്കണം. +2 ആണ്, ബോധം ഉണ്ടാവണം എന്ന് ഞാൻ വീണ്ടും പറയുന്നത്, ബോധം ഉണ്ടാവണം. നമ്മളൊക്കെ നോക്കൂ, നിങ്ങള് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനിയും എനിക്ക് ബോധം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൈവിട്ട കളിയാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ വിലൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. എന്തിന് നിങ്ങൾ റാൻസ് സെലക്ട് ചെയ്യണം അല്ലേ. ഒരുപാട് ചാനൽസ് ഉണ്ട്. ഈ ചാനലിന്റെ ഇടയിൽ എന്തിന് നിങ്ങൾ റാൻസ് സെലക്ട് ചെയ്യണം മക്കളെ. റാൻസ് എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്
കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കയറി പോവുകയാണെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത് എക്സാക്ട്ലി അത് തന്നെ വരുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ ഈ വരുന്ന പബ്ലിക്കിനും മോഡലിനൊക്കെ ചോദിക്കാനുള്ളത്. അപ്പൊ അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ സാറേ ഞങ്ങൾക്ക് കിട്ടുമോ? ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. നമ്മളെ മൊഡ്യൂളെ ആ ഒരു സ്റ്റൈലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഒരുപാട് കുട്ടികൾ ട്യൂഷന് പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ, അതുപോലെ ഇതുപോലെ ക്ലാസ്സുകൾ കിട്ടാത്ത ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ, വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ പോലും പല ആളുകൾ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണം നമ്മൾ നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ആവശ്യമുള്ളവരും അല്ലേ, അവർക്ക് ആവശ്യമുള്ളവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് +2 വിദ്യാർത്ഥികളെ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് റാൻസിൻ നമ്മുടെ ചാനൽ നമ്മൾ ഫോളോ ചെയ്ത് വരാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ജൂനിയേഴ്സിനോടൊക്കെ കറക്റ്റ് പറഞ്ഞോളൂ, നമ്മുടെ ചാനലിന്റെ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കുക കേട്ടോ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ, വരും വീഡിയോസുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ട് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും കേട്ടോ. റാൻസിന്റെ ഫുൾ ഫ്ലെഡ്ജഡ് ഫാക്കൽറ്റീസ് ആയിട്ട് ഈ ഒരു എക്സാം റാൻസിനൊപ്പം. താങ്ക് യു വെരി മച്ച്. ബൈ.